മാർച്ച് മാസത്തിന്റെ ഫസ്റ്റ് വീക്ക് ഇപ്പം കഴിയും. പിന്നെ വരാൻ പോകുന്നത് 10th 12th എക്സാം ആണ്. പിന്നെ ഡിഗ്രി ലെവൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നുണ്ടോ? അതെന്തെങ്കിലും ആകട്ടെ, മൊത്തത്തിൽ പരീക്ഷകളുടെ ഒരു പെരുന്നാളായിരിക്കും വരുന്നത്. റിവിഷന്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡി, കമ്പൈൻ സ്റ്റഡി, ഒറ്റയ്ക്കുള്ള സ്റ്റഡി, പിന്നെ ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ ഒഴിവ് സമയം ആനന്ദകരമാക്കാൻ നമ്മളും നമ്മുടെ അടിപൊളി ലോകവും ഉണ്ട്. അപ്പൊ എങ്ങനെയാ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അടിപൊളി ലോകം. അന്ന് നമ്മളൊരു പരസൗദ ഇട്ടപ്പോ നിങ്ങൾ വിചാരിച്ചോ ആ ട്രെൻഡ് കഴിഞ്ഞെന്ന്? ഹമ്പടി, എന്നാ അത് കഴിഞ്ഞിട്ടില്ല. ആ, മനസ്സിലാവാത്തവർക്ക് ഞാനൊന്ന് തർജ്ജമ ചെയ്തു തരാം. നീ ആണോടി ഈ സിനിമയ്ക്ക് വിട്ടത്? നീ സിനിമയ്ക്ക് വിടാറായോടി? പറസൊങ്ക മീൻസ് പരസൗദ. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരത്തെ കണ്ടു കഴിഞ്ഞാലേ ആ സിനിമയിലെ ആക്ടർ ആഷിഖ് ഖാലിദിന്റെ ഒരു കട്ടില്ലേ ഇല്ലേ? നമ്മളൊക്കെ സാധാരണ നമ്മുടെ വളർത്തുമൃഗത്തിന്റെ അടുത്ത് എങ്ങനെയാണ്, സ്നേഹമൊക്കെ ആയിരിക്കും, എന്നാലും ചിലപ്പോൾ അവർ കൂട്ടിക്കയറാൻ മടി കാണിച്ചാൽ നമ്മുടെ ദേഷ്യത്തില് കൂട്ടിക്കയറി പപ്പി, അവിടെ ഇരിക്കും പപ്പി എന്നൊക്കെ പറയും. എന്നാൽ ഇവിടെ ഒരു ചേട്ടൻ അവരുടെ പട്ടിയുടെ അടുത്ത് സംസാരിക്കുന്ന ചേട്ടാ, എനിക്ക് പോയി കൂട്ടിക്കയറി ഇരിക്കാൻ തോന്നും. അവിടെ പൊന്നുമോള് കളിച്ചത് മതി, കുറച്ചു നേരം കൂട്ടിപ്പോയി കിടക്കാവോ? അപ്പൊ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കട്ടെ. കുറച്ചു നേരം കൂട്ടിപ്പോയി കിടക്കാവോ എന്റെ പൊന്നുമോള്? കുറച്ചു നേരം കൂട്ടിപ്പോയി കിടക്കും, കുറച്ചു നേരം കൂട്ടിപ്പോയി കിടക്കും. ചെല്ലു, കുറച്ചു നേരം എന്റെ പൊന്നു കൂട്ടിപ്പോയി കിടക്കും. കുറച്ചു നേരം കൂട്ടി കിടക്കും കേട്ടോ. കുറച്ചു നേരം കൂട്ടി കിടക്കേ കേട്ടോ. എടാ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമ്പോടെ ഹൗ ക്യൂട്ട് അല്ലേ? പൂച്ച സാർ പറയുന്നത്, ചട്ടിയിൽ കിടക്കുന്ന മത്തേക്കാൾ എനിക്കിഷ്ടം ബൗളിൽ കിടക്കുന്ന ആ ഗോൾഡ് ഫിഷിനെയാണ്. എന്താ മോളൂസേ, വെള്ളത്തിൽ സുഖമല്ലേ? അവിടെ ബോറടിക്കുന്നുണ്ടെങ്കിൽ പോരുന്നു എന്റെ കൂടെ. ആ ചോദിക്കാൻ വിട്ടുപോയി, ഇതിനകത്ത് ഓക്സിജൻ ഉണ്ടോ? ഫണ്ണ് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഞാനൊരു പാട്ട് പാട്ടെ. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഇവനെ സൂക്ഷിക്കണം, ഇവൻ ഒരു അപകടകാരിയാണ്. ഓരോ വീഡിയോ നമ്മൾ ആദ്യം കാണുമ്പോൾ എന്താ സംഭവം എന്ന് പിടികിട്ടില്ല. ഒന്നുകൂടെ കാണും, അപ്പോഴും പിടികിട്ടില്ല. പിന്നെ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കും, അപ്പൊ പിടികിട്ടും. അങ്ങനെ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ തോന്നിയില്ലേ, എടാ KSRTCയിലെ ഡ്രൈവർ ചേട്ടൻ എന്തിനാ ഈ ഹെൽമെറ്റ് ധരിച്ച് വണ്ടി ഓടിക്കുന്നതെന്ന്? നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. നമ്മുടെ ഈ ആനവണ്ടിക്ക് ഫ്രണ്ട് ഗ്ലാസ്സില്ല, എനിക്കൊന്ന് വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന വഴിയായിരിക്കും. ഈ ബാക്കിയുള്ള ചില്ല് കണ്ണി വീഴാതിരിക്കാനായിരിക്കും ചേട്ടൻ ഈ ഹെൽമെറ്റ് ധരിച്ച്. സ്റ്റേജിൽ കയറി പാട്ട് മറന്നുപോയ അമ്മൂമ്മ, പക്ഷേ കൊച്ചുമോള് വന്ന് പാട്ട് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് അമ്മമ്മ പാടി തകർത്തു. ഈ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒരുപോലെയാണെന്ന് പറയുന്നത് എത്ര കറക്റ്റ് ആണ്? അമ്മമ്മ നന്നായിട്ട് പാടി. എന്തെങ്കിലും കായികാഭ്യാസം കാലത്തെ തുടങ്ങി ഒരു ദിവസം തുടങ്ങുന്നത് വളരെ നല്ലതാണ്. ഇദ്ദേഹത്തെ പോലെ യോഗ ഒരു ജീവിത രീതിയാണ്. അത് ശീലമാക്കിയാൽ ശരീരം അതിന്റെ ഭാരം വെടിഞ്ഞ് അപ്പൂപ്പൻ താടിക്ക് സമമായി മാറും. നോക്കിക്കൊള്ളൂ. ഭുജംഗാസനം. കൂട്ടുകാരെല്ലാം കൂടെ പിരികേറ്റി കോളേജിലെ സ്പോർട്സ് ഡേക്ക് ഏതെങ്കിലും ഒരു ഇനത്തിന് നമ്മളെ കയറ്റി അങ്ങ് വിടും. നമ്മളാണെ അസലായിട്ട് തോറ്റിട്ടും വരും. എനിക്കും അത് സംഭവിച്ചിട്ടുണ്ട്. എടുത്തോണ്ട് പോക്കോ ഇനി ചടമ്പോണ് ഒന്നീ പഠിച്ച മൂന്നാ മാറ് 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 എടുത്തോണ്ട് പോക്കോ ഇനി എന്നെ. ഇവരൊക്കെ ഇത്രയല്ലേ ചെയ്തുള്ളൂ. എന്റെ ഈ ആരോഗ്യം വെച്ചിട്ടേ ഞാൻ ഷോർട്ട് പുട്ട് വരെ അറിഞ്ഞിട്ടുണ്ട്.
അടുത്തതായി ഒരു വ്യത്യസ്ത ചിരിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായി ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഗൈസന്മാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. വിജയിക്കാൻ നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തള്ളുകയില്ല. പിന്നെ ജീവിതം മുന്നോട്ട് കിടക്കുകയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾ ഏറ്റുവാങ്ങുമ്പോൾ ഇക്കഴിഞ്ഞതൊന്നും ഒന്നുമല്ല നിങ്ങൾക്ക് തോന്നും. അതാണ് മക്കളെ ജീവിതം. അപ്പോ ശുഭദിനം.